ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ പാളിപ്പോയ ഒരു വിഷു ആണ്. പാളിപ്പോയ വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്നായിക്ക് കുറച്ച് വയ്യാഴികയൊക്കെ ആയിട്ട് ആശുപത്രി വഴി തന്നെ നടക്കുമായിരുന്നു. ആർക്കും ഉറക്കവും ഇല്ല, എന്തോ ഒരു അവസ്ഥയാണ്, ടെൻഷനൊന്നും വേറെ. നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, നോവിൻ്റെ ആന്ന് പറഞ്ഞ് മരുന്നൊക്കെ തന്ന് വീട്ടിൽ വിട്ടു. അപ്പം അതും കൊടുത്തിട്ട് പൊന്നാ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ വന്നു കൊന്നപ്പൂവൊക്കെ എന്നാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കൊന്നപ്പൂവൊക്കെ പറിച്ച് എല്ലാം റെഡിയാക്കി വെക്കും. അത്ര സന്തോഷത്തിലൊന്നും അല്ല, എന്നാലും വിഷു അല്ലേ എന്നുള്ള രീതിയിൽ പോയി പറിച്ചുകൊണ്ടൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഒന്ന് പോകേണ്ടതായിട്ട് വീണ്ടും വന്നു. കുഞ്ഞിനെ ESAയിലേക്ക്, കോട്ടയത്ത് ESAയിലേക്ക് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു വിട്ടു. അങ്ങനെയൊക്കെയായി ഒരുമാതിരി സമനില തെറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാണെങ്കിലും അവിടെ ചെന്ന് ഒബ്സർവേഷനിൽ വെച്ചു, എക്സ്റേ എടുത്തു, ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല എന്നുള്ള റിസൾട്ട് വന്നേ പിന്നാണ് നമുക്കൊരു സമാധാനമായത്. ഈ കുട്ടികളൊക്കെ രാത്രി ഉറങ്ങുകയേ ഇല്ലായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് കണ്ണം വിളിച്ചു ചോദിക്കും, അമ്മ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഏതായാലും ഇങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല, ഞങ്ങൾക്ക് ടെൻഷനാണെന്നാൽ വീട് കഴിയട്ടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ തന്നെ ചെയ്തതാണ്. ഞങ്ങളും വെളുപ്പ് കൂട്ടിയൊക്കെ വന്നു. അങ്ങനെ പോയ വിഷു, കൈവിട്ട് പോയ വിഷു ഞങ്ങൾ താമസിച്ചാണെങ്കിൽ തിരിച്ച് പിടിച്ച് വെച്ചു. പിള്ളേരെല്ലാം ഒരുമാതിരി ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കളെല്ലാം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ചെന്ന് വിളിച്ചപ്പോൾ കണി കാണാനൊന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ വെളുപ്പ് കൂട്ടിയല്ല അവരും കിടന്നതാ. ഇവരെയൊക്കെ കുളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കണി കാണിക്കണമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പിന്നെ അവരെ എടുത്ത് കണിയൊക്കെ കാണിച്ച്, കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ കണിയൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ട്. ഒരാൾ മാത്രം ഇറങ്ങി വരുന്നില്ലേ, ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി. കണി കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അച്ചോടാ കിടക്കുന്ന കണ്ടോ, സുന്ദരൻ അച്ചോടാ. അയ്യോ വീണു, പാവം. കണിയൊക്കെ കണ്ടച്ച് ദാണ്ട് തെരച്ചാടി ഇറങ്ങി പോകുന്നു സുന്ദരന്മാരും സുന്ദരികളുമൊക്കെ. വേറൊരു സംഭവം കൂടി ഇതിൻ്റെ ഇടയ്ക്കുണ്ടായി. നമ്മൾ വിഷുവിന് ഓർഡർ പിടിച്ചിട്ടുണ്ടായിരുന്നു കടയിലോട്ട്. അപ്പോൾ കുറച്ചേ പിടിച്ചിട്ടുള്ളായിരുന്നു. ഈ ഒരു പ്രശ്നം കാരണം നമ്മൾ പിന്നെ പിടിച്ചില്ല, ക്യാൻസലൊക്കെ ആക്കിയായിരുന്നു. എന്നാലും കുറച്ച് അത്യാവശ്യം ആശുപത്രി കിടക്കുന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊണിന് വേറെ വഴിയില്ല, അവർക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ കുറച്ച് ഊണിന് എന്നാൽ നമ്മൾ ഓർത്തു എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ വന്നതെന്നാൽ നമുക്ക് എവിടുന്നേലും ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊടുക്കാം. അവർക്ക് അതുപോലെ വഴിയില്ലാഞ്ഞിട്ടല്ലേ നമ്മളെ ഏൽപ്പിച്ച്, നമ്മളില്ലെന്ന് പറഞ്ഞിട്ട് പോലും എന്നാൽ നമുക്ക് കൊടുക്കാമെന്ന് വെച്ച് കുറേ ഹോട്ടലിൽ തിരക്കിയപ്പോഴൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ഓർഡർ നേരത്തെ കൊടുത്തവർക്ക് മാത്രമേ ഉള്ളൂ ഫുഡ്. ഒത്തിരി ഹോട്ടലിൽ തപ്പി. എന്നിട്ട് രാവിലെ ഇത് തുടങ്ങുമ്പം 10:30 കഴിഞ്ഞ് നമ്മൾ സാധനമെല്ലാം മേടിച്ച്. തലേദിവസം പച്ചക്കറി ഒന്നും നമ്മൾ മേടിച്ചിട്ടില്ല, ഇവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണമല്ലോ, ഹോട്ടലിൽ നിന്ന് കിട്ടും, അവർക്ക് അത്രയും പൊതിച്ചോറ് കൊണ്ട് കൊടുത്താൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് 10:30 കഴിഞ്ഞപ്പോഴത്തേനും ഓടിപ്പോയി സാധനമെല്ലാം മേടിച്ച് വേഗം ഞാനും രതീഷ് ചേട്ടനും ടിങ്കു, ഞങ്ങൾ 3 പേരും ആദ്യം തുടങ്ങിയത്. ഞങ്ങൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയും വന്നു. പിന്നെ നമ്മുടെ മണിയമ്മ പിന്നെ അവിയലും മോരും അവിടെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കൈവിട്ട് പോയ വിഷു തിരിച്ചു പിടിച്ചു. അതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞവരുടെ ചോറ് നമുക്ക് 12:30 ആയപ്പോൾ കൊടുക്കാനും പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ തുറന്ന് കിടക്കുന്നുണ്ടപ്പോൾ ഒരു പിക്കപ്പ് കൊണ്ട് നിർത്തി ആ കൊച്ചു ചോറിനാനായിട്ട് ഇറങ്ങി വന്നപ്പോൾ മഴയും തുടങ്ങിയായിരുന്നേ. അപ്പം ഇവർ പിള്ളേർ ചോറില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൽക്കെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഒരു ചോറാണ് കഴിക്കാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ചോറല്ല, ഒരു ചോറ് ഇപ്പം ലൈനിനും വേണം, 2 എണ്ണം പാഴ്സലും വേണമെന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ എന്നാൽ അത് കൊടുത്തേക്കാം, വിഷു ആയിക്കോണം, നമ്മുടെ കടയിൽ കയറി വന്നതല്ലേ, കച്ചവടമല്ലോ, 1-ാം തീയതി ആയിക്കൊണ്ടുള്ള ഇല്ലാന്ന് പറഞ്ഞു വിടണ്ടെന്ന് പറഞ്ഞാൽ ആ ചോറും ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി. ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് സേമിയയും മേടിച്ചിട്ട് വന്ന്. ഇനിയിപ്പം മധുരം ഇല്ലാതിരിക്കേണ്ട, ഒരു മധുരവും കൂടെ ആവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സേമിയ പായസവും വെച്ചു. രാവിലത്തെ കാപ്പി പോലും കഴിച്ചിട്ടില്ല. 3 മണിയായി. അപ്പോഴത്തേനും നല്ല മഴയും പെയ്തായിരുന്നു, ഇലവിട്ട. ഞങ്ങളുടെ ഉറക്കള ഞങ്ങളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് നോക്കി. ആകെ എല്ലാവരും 2-2.5 മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയത്. നോക്ക്, ഇല ഇട്ടേക്കുന്നത് എങ്ങോട്ടാന്ന് നോക്കി. ഇല ഇട്ട ആളുടെ വീഡിയോ എടുത്തുമില്ല, അതോട്ട് ശ്രദ്ധിച്ചുമില്ല. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതെൻ്റെ നമ്മുടെ ഇല ഇങ്ങനല്ലല്ലോ ഇടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇല ഇട്ടവരെ അറിയത്തുമില്ല ആർക്കും. വന്നിട്ട് ലാസ്റ്റ് കണ്ടോണേ നമ്മുടെ പൊന്നായി ഇരിക്കുന്നു. ടെൻഷനായിരുന്നു എല്ലാവരും. എന്നെ ഓട്ടം നോക്കി കാണിക്കുന്ന കുറുമ്പി. ടിങ്കു റോണിമില്ല ഏത് സമയത്ത് നമ്മൾ എന്നാ അത്യാവശ്യത്തിനാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, സമയം കാലമൊന്നും പോലും നോക്കാതെ അവരുടെ ജോലി, ശരിക്കും അവർക്കൊന്നും ലീവല്ലേ, വിഷുവല്ല, എന്നാൽ പോലും അവരൊക്കെ ഓടി വന്ന് എല്ലാം കൊണ്ട് സഹായിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ എപ്പോഴും കട്ടയ്ക്ക് അവരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇതായിട്ടെല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്യാനും ഒക്കെ പറ്റിയതേ. സുവി വേഗം വാരി അങ്ങിടുന്ന്, എങ്ങനെയും ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞാൽ. പിന്നെ ചവയൊക്കെ തുടങ്ങി, എന്നിട്ട് വഴക്കം തുടങ്ങി, കൈയിട്ട് വാരാൻ പറ്റാത്തതിന്. ഇപ്പോഴാണ് ഞാൻ പറയുന്നത് ഇലയുടെ കാര്യമേ, അപ്പോഴെല്ലാത്തിനും ബോധം വെച്ചേക്കുന്നത്. ലാസ്റ്റ് ദീപയുടെ കണ്ടുപിടുത്ത സുബിയ ഇട്ടേന്നൊക്കെയാണ് പറയുന്നത്. സുബിയോട് പറഞ്ഞപ്പോൾ പറയുക എങ്ങനെയും ഒന്നും ഉണ്ടിട്ട് പോയി കിടന്നാൽ ഉറങ്ങിയാൽ മതിയെന്ന്.
ഇന്നേലും വിഷു ആഘോഷിച്ചില്ലേലും കുറച്ച് സമയം കിടന്ന് ഉറങ്ങണമെന്ന് ഓർത്ത് അത് പറ്റിയില്ല. ഉള്ള സമയത്ത് പോയി കിടന്ന് ഉറങ്ങട്ടെ, രാവിലെ എണീറ്റ് പിന്നെ ഇങ്ങോട്ട് വരാനുള്ളതല്ലേ എന്ന് പറയുന്നു. അങ്ങനെ കറിയൊക്കെ വാരി ഇപ്പറ വെപ്പിച്ച് ഞാൻ കറക്റ്റ് ആക്കിയല്ല. സാധാരണ എല്ലാവർക്കും വിളമ്പി കൊടുത്തൊക്കെ ലാസ്റ്റാണ് ഞാൻ ഉണ്ണാതിരിക്കുന്നത്. എൻ്റെ വിശപ്പോട് രാവിലെ പോലും ഒന്നും കഴിച്ചില്ല, ആരെയും നോക്കുന്നില്ല, വേഗം വാരി കഴിക്കുക. പെണ്ണുകാണൽ ചടങ്ങ്, ടിങ്കു പായസമൊക്കെ ആയിട്ട് വന്നു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. 4 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞടാ ഇന്ന് അമ്പലത്തിൽ പോക്ക് നടക്കത്തില്ല, ഇവരെയൊക്കെ കൂട്ടി നമ്മളെല്ലാവരും കൂടെ പോകാനായിരുന്നു. അപ്പം സ്കൂട്ടറിനും ബൈക്കിനും ഒക്കെ ആയിട്ട് പോകാനായിട്ടായിരുന്നു. അപ്പോൾ മഴയായിട്ട് പോക്ക് നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ചേച്ചി കുറച്ച് കഴിയുമ്പോൾ കുറയും, എന്നാ മഴയാണെങ്കിൽ നമുക്കിന്ന് പോകണോ എന്നൊക്കെ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ശരി അവൻ പറഞ്ഞേ കഴിഞ്ഞു പോയ വിഷു പിന്നെ തിരിഞ്ഞിരുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാ സമയം പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്തിനല്ല ഒന്നും ചെയ്തത്, കണി കണ്ടതും ഒക്കെ ഒരു സമയത്താണ്. പിള്ളേരാണെങ്കിൽ കണി പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ കൂടി ആ ഒരു അത്രയും വലിയ ഒരു സങ്കടമായിരുന്നു നമ്മളിങ്ങനെ കടന്നു പോയത്. അതിൽ നിന്ന് ഇത്രയും സന്തോഷം കണ്ടെത്താൻ പറ്റിയല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വൈകുന്നേരമായപ്പോൾ, രാവിലെ അമ്പലത്തിലൊന്നും പോയില്ലല്ലോ, വൈകുന്നേരമായപ്പോൾ ഇതാ പരിപ്പുകാട് മഹാദേവ ക്ഷേത്രത്തിലെത്തി നമ്മൾ. എനിക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, കുറേ കൂടുതലാണ് കേട്ടോ ഗൈസ്. ഞാൻ മാത്രമൊന്നുമല്ല ഈ അമ്പലത്തിൽ വന്നിട്ട് ഞാൻ കുറേ പേരെ ശ്രദ്ധിച്ചേ, ചിലരൊന്നും വന്ന് അമ്പലത്തിൽ കയറുന്നു പോലുമല്ലോ, വന്നു കുറേ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, പോകുന്നു, അതിന് തന്നെയായിട്ട് അങ്ങനെ വന്ന് പോകുന്നവരും ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ എല്ലാവരും ഒട്ടുമിക്കവരും വന്നിട്ടുണ്ട്. വന്നവർക്കൊക്കെ അറിയാലോ ഇതിൻ്റെ അകം കാണാനും എന്നാ രസമാണ്. പക്ഷെ അവിടെ ഫോട്ടോ എടുക്കൊന്നും നടക്കത്തില്ലല്ലോ. ഫുൾ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടികളും ഇല്ല കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി, ഏത് സൈഡിൽ നോക്കിയാൽ ഇരുട്ട് വീണ് തുടങ്ങി. അങ്ങനെ നമ്മുടെ കൈ വിട്ടുപോയ വിഷു കൈ കിട്ടി. അപ്പോൾ ബൈ.